അപ്പം നമ്മൾ ആക്ച്വലി നമ്മുടെ നിവിൻ പോളിയുടെ പടം കണ്ടു കേട്ടോ, സർവമായ. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. എക്സെപ്റ്റ് എനിക്ക് ലാസ്റ്റ് അങ്ങോട്ട് കഴിപ്പിച്ചത് അങ്ങോട്ട് ലാസ്റ്റ് എൻഡിങ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ദഹിച്ചില്ല. പെട്ടെന്നൊരായ പോലെ ഒരു എന്താ പറയുക, ആയ പോലെ തോന്നി. അല്ലാണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ. കുറേ കാലം ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു പടം കണ്ടിട്ട്, പ്രത്യേകിച്ച് മലയാളത്തിൽ. അതും നല്ല കോമഡി ആയാലും ഭയങ്കര ഓവർ കോമഡി ഇല്ല, ഓവർ ആയിട്ട് എന്താ വെച്ചാൽ എല്ലാം ഒരു നമ്മുടെ കറക്റ്റ് ലെവൽ, എല്ലാം കറക്റ്റ് കൊണ്ട് ഒരു കംപ്ലീറ്റ് മീൽ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ആക്കി വെച്ചിട്ടുണ്ട്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം. എന്തായാലും വൺ ടൈം വാച്ച് നല്ലൊരു, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസിന് വൺ ടൈം വാച്ച് എന്ന് പറയാവുന്ന നല്ലൊരു മൂവി തന്നെയാണ്. എനിക്ക് റീസെൻ്റ്ലി ഇപ്പോൾ കണ്ട അത്യാവശ്യം ഈ മലയാളത്തിൽ ഇൻക്ലൂഡ് ആയിട്ട് ഈ അടുത്ത്, അതായത് ഈ 2-3 2025 2024 വേണമെങ്കിൽ കൂട്ടിയാലും അത്യാവശ്യം കണ്ട നല്ലൊരു സിനിമയിൽ വൺ ഓഫ് ദ എന്ന് പറഞ്ഞാൽ പറയാം. എന്താ വെച്ചാൽ 2025 2026 എനിക്ക് വലിയ അധികം സിനിമകളൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ഒരു ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ.